അങ്ങനെ കുറച്ച് പൊട്ടലും ചീറ്റിലുകളും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു, അറിയില്ല കേട്ടോ. നോം തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ ബേസിക്കലി ഓൺ സാറ്റർഡേ വെൻ ദ ന്യൂസ് ബ്രോക്ക് ഔട്ട്, ഇതിനെ കുറിച്ച് വലിയ ധാരണ എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു പേടി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഐ വാസ് ലൈക്ക് ഇപ്പൊ എന്തുണ്ടാവാൻ പോവാ. അപ്പൊ എന്റെ അടുത്ത് ആശയ്ക്ക് പറഞ്ഞു, അത് നമ്മുടെ കൺമുമ്പിൽ പൊട്ടുമ്പോൾ ആ പേടിയൊക്കെ വന്നോളും എന്ന്. അപ്പൊ ഞാൻ തമാശയ്ക്ക് വലിയ കാര്യത്തിൽ ആശിക്കിന്റെ പറയും ചെയ്തു, അങ്ങനെ എങ്ങാനും പൊട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അടിയറവ് പറയും. കൂടുതൽ ഓടി രക്ഷപ്പെടാനൊന്നും ഞാൻ ശ്രമിക്കില്ല. ഐ വിൽ ജസ്റ്റ് സറണ്ടർ എന്ന് തമാശയ്ക്ക് പറഞ്ഞെങ്കിലും സൺഡേ രാവിലെ ആയപ്പോൾ ആ തമാശ കുറച്ച് സീരിയസ് ആയി കേട്ടോ. നമ്മുടെ ഈ ഏരിയയിലൊക്കെ സൺഡേ ആണ് ആക്ച്വലി ദ ഇമ്പാക്ട് ഷോഡ് അപ്പ്. 8:30 ഞാൻ എണീറ്റ് ഞാൻ രാവിലെ അവിടെ ഐ വെൻ ടു പുട്ട് മൈ ഫോൺ ഓൺ ചാർജിൽ കുത്തിയതും ഡുമ്മെന്നൊരു സൗണ്ടും ഈ ബിൽഡിങ്ങിൽ ഒരു വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാകും മുമ്പേ തന്നെ അടുത്ത ഡുമ്. ഞാൻ അവിടെ നിന്ന് ഞാൻ ഓടി എന്നെ ട്രൈ ടു വേക്കപ്പ് ആഷിക്ക് ഞാൻ വിളിച്ചെണീപ്പിച്ച് ഞാൻ പറഞ്ഞ സൗണ്ട് ഇട്ട് കുലുങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആഷിക്ക് ഇങ്ങനെ ഒന്ന് പോവാ അവിടെ നിന്ന്. ആഷിക്ക് വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാ പിന്നെ എനിക്ക് തോന്നിയതാണെങ്കിലോ എന്ന് വിചാരിച്ചു. ഇത് കുറച്ച് ഒരു ഉച്ച ഒക്കെ ആയപ്പോൾ വീണ്ടും സൗണ്ട് അല്ല, ഞാൻ കുളിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഒരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഡോർ തുറന്നതും ആഷിക്കാണെങ്കിൽ ഇപ്പൊ ഒരു വൈബ്രേഷൻ തോന്നിയോ. ഞാൻ പറഞ്ഞു അപ്പൊ ആഷിക്കാണെങ്കിൽ ഓക്കെ. പിന്നെ നമുക്ക് തമ്മിൽ യാതൊരു കോൺവെർസേഷൻ ഇല്ല. പിന്നെ അങ്ങോട്ട് പടാന്ന് 4 സൗണ്ട്. പഠിച്ചോനെ അപ്പം ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ ആ പേടിയോ ഷോക്കോ ഇല്ല എന്ന് പറഞ്ഞുള്ള എല്ലാം വന്ന് കൈയൊക്കെ മറ്റേ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ പടപട ഈ അവസ്ഥയിലാണ് എൻ്റെ കൈ. ഇറ്റ് വാസ് സോ നോട്ട് ഈസി. ആൻഡ് ദെൻ ഫ്രം ദെയർ ഇറ്റ് വാസ് ഗെറ്റിംഗ് ബെറ്റർ. പിന്നെ അങ്ങോട്ട് അവർ കുറച്ചായിരുന്നു, അതായത് എല്ലാ ദിവസവും ഒന്നൊന്ന് വെച്ച് നമുക്ക് എഫക്റ്റ് അടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അടിക്കുമ്പോൾ തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഞാൻ മുറിയിലാണെങ്കിൽ ആഷിക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ആഷിക്കിന്റെ പേര് വിളിക്കുന്നു, ആഷിക്ക് ഇങ്ങനെ ഓക്കെ ഇതായിരുന്നു സീൻ. ആൻഡ് ദെൻ വി ജസ്റ്റ് ഡിഡ് അവർ സ്റ്റഫ്. സോ ഇഫ് യു ആസ്ക് മീ നമ്മൾ സേഫ് ആണോന്ന് വെച്ചാൽ ആണ്, അൺലേന്ന് വെച്ചാൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ബട്ട് ഐ ഡോണ്ട് നോ, മേ ബി ബിക്കോസ് ഇറ്റ്സ് UAE ഓർ പടച്ചോൻ രക്ഷിക്കും എന്നുള്ള ഒരു ഉള്ളിലെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണോന്ന് എനിക്കറിയില്ല. വെരി കാം. ഞാൻ ആക്ച്വലി ഗ്രൂ അപ്പ് ഇൻ ദിസ് കൺട്രി. വാപ്പയാണെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു 52 വർഷമായി. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ വെരി കാം, വി ആർ സ്റ്റേയിങ് ഇൻസൈഡ് ദ ഹോം, സോ ഇറ്റ്സ് ഓൾ ഫൈൻ. അതാണ് അപ്ഡേറ്റ്. ആൻഡ് വൺ തിങ് ഐ റിയലൈസ്ഡ് ഇൻ ദ ലാസ്റ്റ് couple of days is that നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഈ സാധനം വരുന്നു. പക്ഷെ ഈ ഒരു ഇതിൽ കൂടെ എവറി സിംഗിൾ മിനിറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന എത്ര രാജ്യങ്ങൾ, എത്ര ആൾക്കാരാണുള്ളത്. ഐ ഡോണ്ട് തിങ്ക് വിൽ എവർ അണ്ടർസ്റ്റാൻഡ് ഹൗ ദാറ്റ് ഫീൽസ് ആൻഡ് ദാറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത് ആൻഡ് കറേജ്. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മാത്രമല്ല, ഇന്ന് തൊട്ട് ഞാൻ വീണ്ടും എൻ്റെ ഡെയിലി വ്ളോഗ്സ് ആയി തിരിച്ചു വരികയാണ്. അപ്പോൾ നാളെ കാണാം.